പറഞ്ഞു പോകാറുണ്ട്, നശിച്ച ചൂട് എന്തൊരു ചൂടാണിത്, ഒരിക്കലും ഇങ്ങനെ പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ തസുബ്ബുദ് ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, മഴയാകട്ടെ, എന്തുമാകട്ടെ, ഇതിനെ ഒന്നും നിങ്ങൾ കുറ്റം പറയരുത്. ഫഇന്നി അനദ് ദഹർ, ഞാനാണ് കാലം, ഞാനാണ് സൂര്യനോട് ചൂട് കൊടുക്കാൻ പറഞ്ഞത്, ഞാനാണ് മഴയോടും പെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇത് എന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചൂടനെയോ അല്ലെങ്കിൽ സൂര്യനെയോ പടച്ചവന്റെ ഏതെങ്കിലും സംവിധാനങ്ങളെ നാം കുറ്റം പറയുന്നത്, അല്ലാഹു തആല പറഞ്ഞു, ഫഇന്നി അനദ് ദഹർ, നീ പറയുന്നത് സൂര്യനെയല്ല, ആ സൂര്യന്റെ സൃഷ്ടാവായ എന്നെയാണ് നീ കുറ്റം പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചൂട് കൂടും, അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഖിയാമത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചൂടിന്റെ കാഠിന്യതയും അതിന്റെ ആധിക്യത്തെയും കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല എന്തു തന്നെയാണെങ്കിലും സമൃദ്ധമായ മഴ നൽകി ഈ അന്തരീക്ഷത്തിന് നല്ലൊരവസ്ഥ അല്ലാഹു പരിവർത്തനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചൂടെന്ന് പറയുന്നത് ഇതിലൂടെ അള്ളാഹുവിനെ അറിയാനുള്ളതാണ്, അള്ളാഹുവിനെ കടുക്കാനുള്ളതാണ്. ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി കത്തിയാളുന്ന നരകത്തിന്റെ ചൂടിനെ കുറിച്ചുള്ള ഭയം മനസ്സിലുണ്ടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ ചൂടെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെക്കേഷന്റെ സമയമാണ്. മക്കളെ കുറിച്ച് ഓർത്തുകൊണ്ട് പല രക്ഷകർത്താക്കളും ആദ്യം കാണിക്കുന്ന ഉത്കണ്ഠപ്പെടുന്ന സമയമാണിത്. പ്രേമുള്ളവരെ, നമ്മുടെ വിദ്യാർത്ഥികൾ അധികവും, പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികൾ എപ്പോഴും നമ്മളുടെ വീടുകളിലുള്ള സമയമാണ് വെക്കേഷന്റെ സമയമെന്ന് പറയുന്നത്. 10 മാസക്കാലത്തോളം സ്കൂളുകളിലേക്ക് അവർ പോയപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ വീടുകൾ സമാധാനമായിരുന്നു. ഒച്ചയോ ബഹളമോ വഴക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി 2 മാസക്കാലത്തോളം അധിക സമയങ്ങളിലും നമ്മളോടൊപ്പം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകും. പ്രത്യേകിച്ച് ചെറിയ മക്കളാകുമ്പോൾ, ഒന്നിൽ കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ അവർ പരസ്പരം കളിക്കും. ആ കളിക്കിടയിൽ ഒരുപക്ഷെ അവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാം, അവർക്കിടയിൽ ശണ്ടകൾ ഉണ്ടാകാം. ഒരു കാരണവശാലും നമ്മുടെ മക്കളോട് നമ്മൾ പരുഷമായി പെരുമാറരുത്. അവരുടെ വഴക്ക് കാണുമ്പോൾ ശല്യങ്ങളാണ്